എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരാണ്. ഇന്ന് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഹൃദയഭാഗത്തുള്ള ഫോർട്ട് ഹോസ്പിറ്റലിനെ കുറിച്ചും അതിൻ്റെ ശോചനീയാവസ്ഥകളെക്കുറിച്ചും കേട്ടപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നി. തിരുവനന്തപുരംകാരുടെ മന്ത്രി എന്നാണ് മന്ത്രി ശിവൻകുട്ടിയെക്കുറിച്ച് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഈ ഫോർട്ട് ഹോസ്പിറ്റൽ. തുരുമ്പെടുത്ത ഫർണിച്ചറും എൻ്റെ ശോചനീയാവസ്ഥ വളരെ വ്യക്തമായി മനോരമയിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണമെന്നറിയില്ല. അതൊന്നൊരു മൊത്തത്തിനൊന്ന് വീക്ഷിച്ചാൽ ഈ ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുള്ള വിവരം അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റും ഈ ഹോസ്പിറ്റലും തമ്മിൽ എത്ര കിലോമീറ്ററിൻ്റെ ദൂരമാണ്, നടന്നെത്താവുന്ന ദൂരമാണ്. എന്നിട്ടും അതിൻ്റെ ഗതികേട് ഈ ലെവലിലായിപ്പോയി ഖേദിക്കുന്നു. ചരിത്ര പ്രധാനമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ഫോർട്ട് ഹോസ്പിറ്റൽ. ഈ സ്ഥാപനത്തെ ഇത്ര ശോചനീയമായ രീതിയിൽ ആക്കിയതിൻ്റെ പ്രധാന ആൾക്കാർ ആരോഗ്യവകുപ്പ് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ അറിയൂ ഈ ഹോസ്പിറ്റൽ എപ്പോൾ സ്ഥാപിച്ചു, ആര് സ്ഥാപിച്ചു, അത് ഗുണഭോക്താക്കൾ ആരാണെന്ന്. പക്ഷേ ഈ നാട്ടുകാരിയല്ലാത്ത ആരോഗ്യമന്ത്രിക്ക് ഇതറിഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ രീതിയിൽ ഈ ശോചനീയ അവസ്ഥയിൽ എത്തിക്കാൻ എന്താണ് കാരണം? നമ്മുടെ സ്ഥലം മന്ത്രിയുടെ അനാസ്ഥയാണോ കാരണം? ഇനി സ്ഥലം മന്ത്രിക്ക് പലതും ചെയ്യാൻ പറ്റും. സ്ഥലം മന്ത്രിക്ക് വലിയ പരിചയമുള്ളതാണല്ലോ ഈ ബക്കറ്റ് പിരിവ്. കുറച്ച് ബക്കറ്റുമായിട്ട് നമ്മൾ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ ആ പിരിവ് കൊണ്ട് ഇതിനെല്ലാം ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ആരോഗ്യമന്ത്രി എപ്പോഴും ഈ പ്രസംഗിച്ച് കിടക്കുന്നതാണ് ഇവിടെ എന്തൊക്കെയോ നടത്തുന്നു, പക്ഷേ നടത്തുന്നതായിട്ടൊന്നും നേരിട്ട് കാണാനും പറ്റുന്നില്ല. അതുകൊണ്ട് മന്ത്രി സാധിച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു പരിഹാരമാർഗം കണ്ടെത്തുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകാരോട് പറയുക. ഇനി നിവൃത്തിയില്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളവരെ പിടിച്ച് ആ ആരോഗ്യവകുപ്പിലാക്കിയാൽ ഇതിനെന്തെങ്കിലും ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എത്താനും ഇങ്ങനെയുള്ള റിപ്പോർട്ട് മനോരമ ചെയ്യാനും ഉണ്ടായ സാഹചര്യം തീർച്ചയായിട്ടും അത് ആരോഗ്യ വകുപ്പിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കഴിയുന്നതും എത്രയും വേഗം അതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുത്ത് അതിന് നല്ലൊരു മുഖം കൊടുക്കാൻ ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കുക. കാരണം ഇതിപ്പം നമ്മൾ നാട്ടുകാർ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കതിനോട് വല്ല താല്പര്യമൊന്നുമുണ്ടല്ലോ. കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൻ്റെ പ്രവർത്തനം കാര്യമായിട്ടാണ് നിങ്ങൾ ഓടി കിടക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കണം, നിങ്ങൾ ഭരിക്കുന്ന വകുപ്പിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഈ ഹോസ്പിറ്റൽ ഈ ശോചനീയ അവസ്ഥയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലം മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുകളോടും പറയുന്നു, താങ്കൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്തുള്ളൊരു ഹോസ്പിറ്റൽ, ഇതിൻ്റെ മാഹാത്മ്യം താങ്കൾക്കും അറിയാം. താങ്കൾ ഇതിൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കുന്നത് എന്താ ഉദ്ദേശമെന്ന് അറിയില്ല. ഇനി നിങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടാണോ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ്റെ കുറവാണോ ഈ ഹോസ്പിറ്റലിന് ഈ ശോചനീയാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത് എന്നറിയില്ല. പക്ഷേ ശരിക്കൊന്ന് വീക്ഷിച്ച് നോക്കിയാൽ അത് തന്നെയാണ് സംഭവം എന്ന് വിചാരിക്കുന്നു. അല്ലാതെ മറ്റൊന്നും അതിലൊരു കാര്യമില്ല. ഈ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല? തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്ത് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലത്ത് അത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നിസാരം മീറ്ററുകൾ മാത്രം ദൂരെ കിടന്ന് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ശോചനീയാവസ്ഥ കാട്ടിയതിൻ്റെ കാരണക്കാർ ആരാണെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് സ്ഥലം മന്ത്രി ഇതിന് വേണ്ട തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കിയിരിക്കണം. താങ്കളെ മറ്റുള്ളവർ പലരും
പ്രകോപിപ്പിച്ച് താങ്കൾ കാണിക്കുന്ന ഓരോ അട്ടഹാസങ്ങളും എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ഹോസ്പിറ്റലിനെ ഇത്ര അവഗണന രീതിയിൽ കൊണ്ട് താങ്കൾ എത്തിച്ചു? താങ്കൾക്ക് ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, എനിക്കിതിൽ പങ്കില്ല. താങ്കൾക്ക് ജസ്റ്റ് നടന്നുപോയി താങ്കളുടെ ക്യാബിൽ നിന്ന് ആരോഗ്യമന്ത്രിയുടെ ക്യാബിൽ ചെന്ന് നേരിട്ട് സംസാരിക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ഇതിങ്ങനെ പത്രവാർത്തകളിൽ കൂടി ഞങ്ങളറിയിക്കുന്ന നാട്ടുകാർ അതിനു വേണ്ട ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു സ്റ്റേജ് സ്ഥലം മന്ത്രി നിന്ന് ഉണ്ടാകരുതായിരുന്നു. ആരോഗ്യമന്ത്രിക്ക് അത്രയ്ക്ക് കെയർ ചെയ്യേണ്ട കാര്യം ആരോഗ്യമന്ത്രിയുടെ സ്ഥലത്തിരിക്കുന്ന ഹോസ്പിറ്റലല്ല. അവർ നാളെ അവരുടെ സ്ഥാനം കഴിഞ്ഞ് അവർ പൊടിയും തട്ടിയും പോകും. പക്ഷേ മന്ത്രി ശിവൻകുട്ടി താങ്കൾ ഇവിടെ തന്നെ ഉള്ള ആളാണ്, താങ്കൾ ഈ നാട്ടുകാരനാണ്. താങ്കളെ തിരഞ്ഞെടുത്ത ജനങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണ്, അവർക്കും കൂടെ ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് വേണ്ടത് ഉടൻ തന്നെ ചെയ്യുക, ഈ ശോചനീയ വ്യവസ്ഥ മാറ്റുക. അതൊന്നും സാധിച്ചില്ല ബക്കറ്റ് പീറ്റുമായിട്ട് ഇറങ്ങി ഇവരുടെ വീൽ ചെയറോ അല്ലെങ്കിൽ ഓരോ കമ്പനികളിൽ ഇറങ്ങി ഡൊണേഷൻ എടുക്കുക. നമ്മുടെ പാർട്ടിക്കാരുടെ സ്വാധീനം ഉപയോഗിച്ചതൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ആരോഗ്യമന്ത്രി അതിനെപ്പറ്റി കെയർ ചെയ്തില്ലെങ്കിൽ അവസാനം അങ്ങനെ ഒന്ന് ചെയ്ത് തീരുമാനിക്കുക. ഓക്കെ, ഈ സ്ഥിതി എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് ഇനി ഉള്ളൊരു പത്രവാർത്തയ്ക്കിടം കൊടുക്കാതിരിക്കുക. സങ്കടമുണ്ട് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതിൽ. ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് സ്ഥലം മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരോടാണ്. വീണ്ടും അപേക്ഷിക്കുന്നു, ആ ഹോസ്പിറ്റലിൻ്റെ ശോചനീയ അവസ്ഥ ഒന്ന് മാറ്റിയെടുത്താലും. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.